സാംസങ്ങിൻ്റെ സാംസങ് A54 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 39,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A54 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഈ ഫോണിൽ IP67 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ഈ ഒരു IP റേറ്റിംഗ് അവർ മിസ് ചെയ്യാറുണ്ട്. ആ ഒരു ടൈമിലാണ് ഈ ഒരു ഫോണിൽ IP67 റേറ്റിംഗ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സോഫ്റ്റ്വെയർ ആണ്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1 ഇയർ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ജസ്റ്റ് ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല 4 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്പ്ലേഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നുണ്ട്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 202 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.2 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഓസം വയലറ്റ്, ഓസം ലൈം, അതുപോലെ തന്നെ ഓസം ഗ്രാഫൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സ്പീഡാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ല എന്ന് പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ ബോക്സിൽ ചാർജർ വരുന്നില്ല, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ബോക്സിൽ ചാർജർ വരാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താത്തത്. പിന്നെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആവറേജ് ആയിട്ടുള്ള തരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിൻ്റെ 1380 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 39,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ് ഈ ഒരു പ്രോസസ്സർ. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ഗെയിമിങ്ങും പെർഫോമൻസ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം പ്രോസസ്സർ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്കൊക്കെ ഇപ്പം മിസ്സിംഗ് ആണ്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികം ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇനി വേണം എന്നുണ്ടെങ്കിൽ പ്രോസസ്സർ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്ര മികച്ച പ്രോസസ്സറൊന്നുമല്ല ഇതിൽ വരുന്നത്.
ഇനി നിങ്ങളുടെ ലിസ്റ്റിൽ പ്രോസസ്സർ നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിലാണോ അല്ലെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിലാണോ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8GB RAM 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 38,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB RAM 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 40,999 രൂപയാണ്. മാർച്ച് 28 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീ ഓർഡർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് A54 5G എന്ന ഫോണിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വില കുറച്ചും കൂടിയൊക്കെ കുറഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 30,000 എന്നുള്ളതൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും സാംസങ്ങിൻ്റെ A സീരീസിൽ വരുന്ന ഫോണാണ്. പൊതുവേ A സീരീസിൽ വരുന്ന ഫോണുകൾക്ക് വില അത്യാവശ്യം നല്ലോണം കൂടാറുണ്ട്. എന്തായാലും A54 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് തരക്കേടില്ലാത്ത ചില ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സാംസങ് A54 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.